അമേരിക്കൻ മലയാളി പെന്തക്കോസ്ത് ചരിത്രം. മലയാളി പെന്തക്കോസ്ത് വിശ്വാസികളുടെ അമേരിക്കൻ ഐക്യനാടുകളിലേക്കുള്ള കുടിയേറ്റം തുടങ്ങിയിട്ട് ഏകദേശം 3/4 നൂറ്റാണ്ടാകുന്നു. ദൈവസ്നേഹം ഉള്ളിൽ വന്നു കഴിയുമ്പോൾ കൂട്ടുസഹോദരനെ സഹായിക്കാനുള്ള വ്യഗ്രത ഉണ്ടാകുക സ്വാഭാവികം. അങ്ങനെ ഒരാൾ പോയി അദ്ദേഹം തൻ്റെ കുടുംബത്തെ, മറ്റു സഹോദരങ്ങളെ, അങ്ങനെ ചേട്ടനനിയന്മാർ, അവരുടെ മക്കൾ സഹിതം 100ഓടടുത്ത് കുടുംബക്കാരെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയവർ വരെ ഈ സമൂഹത്തിലുണ്ട്. അങ്ങനെ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച ഏക ഘടകം ദൈവസ്നേഹം മാത്രമാണ്. 1947 ആരംഭത്തോടെ മലയാളികളുടെ അമേരിക്കൻ ഐക്യനാടുകളിലേക്കുള്ള പ്രയാണം ആരംഭിച്ചു. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മുഖ്യ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ സി കുഞ്ഞുമ്മൻ, പാസ്റ്റർ AC ശാമുവൽ എന്നിവർ സന്ദർശകരായി 1947 അമേരിക്കയിലെത്തി. ഐക്യനാടുകളിൽ സഞ്ചരിച്ച് അവർ പ്രവർത്തിച്ചു. 1948 ജനുവരി 24 ഷാരോൻ ഫെലോഷിപ്പ് സഭകളുടെ സ്ഥാപക പ്രസിഡന്റായിരുന്ന പാസ്റ്റർ ഡോക്ടർ PJ തോമസ് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ എത്തിച്ചേർന്നു. 1946 ഓസ്ട്രേലിയയിൽ വേദപഠനം നടത്തിയ ശേഷം ഉപരിപഠനത്തിനായിട്ടാണ് പാസ്റ്റർ തോമസ് എത്തിയത്. 1948 മെയ് മാസത്തിൽ ഇന്ത്യൻ പെന്തക്കോസ്ത് സഭയുടെ സ്ഥാപക പ്രവർത്തകരായ പാസ്റ്റർ KE എബ്രഹാം, പാസ്റ്റർ PM ശമുവേൽ, പാസ്റ്റർ KC ചെറിയാൻ എന്നിവർ സുവിശേഷ പര്യടനാർത്ഥം ന്യൂയോർക്കിലെത്തി. അമേരിക്കയിലുടനീളം അവർ യാത്ര ചെയ്ത് ശുശ്രൂഷകൾ നിർവഹിച്ചു. 1952 ജൂണിൽ ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ പ്രധാന സാരഥിയായിരുന്ന പാസ്റ്റർ TM വർഗീസ് അമേരിക്കയിൽ വന്നെത്തി. ഇന്ത്യയിലെ മിഷണറിയായിരുന്ന പാസ്റ്റർ CE ഫ്രഞ്ചാണ് അദ്ദേഹത്തെ ന്യൂയോർക്കിൽ സ്വീകരിച്ചത്. ആദ്യകാല കുടിയേറ്റ പെന്തക്കോസ്തുകാർ കൂടുതലായി എത്തിയ 2 വഴികളാണ് ബൈബിൾ കോളേജുകളിലൂടെയുള്ള സ്റ്റുഡൻസ് വിസയും നഴ്സുമാരുടെ എമിഗ്രേഷൻ വിസയും. അമേരിക്കയിലെ വിവിധ പഠനങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ബൈബിൾ സ്ഥാപനങ്ങളിൽ പഠനത്തിനായി അഡ്മിഷൻ ലഭിച്ച സഹോദരന്മാർ ഐക്യനാടുകളിലേക്കും എത്തിക്കൊണ്ടിരുന്നു. ചിക്കാഗോ വീറ്റൻ കോളേജിൽ വന്ന ശേഷം അധ്യാപകനായിരുന്ന പാസ്റ്റർ PJ തോമസിൻ്റെ ശുപാർശയാലും പരിശ്രമത്താലും മാത്രം ഏകദേശം 400ഓളം പേർ എത്തിയതായി കണക്കാക്കുന്നു. ഇങ്ങനെ എത്തിയവർ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി അനേകരെ ശുപാർശ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 1948 ശേഷമാണ് കൂടുതലായും പെന്തക്കോസ്തുകാരുടെ കുടിയേറ്റം അമേരിക്കയിലേക്ക് ഉണ്ടായത്. ബൈബിൾ പഠനത്തിനായി മലയാളി പെന്തക്കോസ്തർ കൂടുതലായി എത്തിയ സ്ഥാപനമാണ് ന്യൂയോർക്കിലെ ലോങ് ഐലൻഡ് ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. അമേരിക്കയിൽ 60കളുടെ ഒടുവിലായി ആശുപത്രികളിൽ നഴ്സുമാരെ കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അതിനാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നഴ്സുമാരെ കൊണ്ടുവരാൻ ആശുപത്രികൾ തയ്യാറായി. അങ്ങനെ ഇന്ത്യയിൽ നിന്നും എക്സ്ചേഞ്ച് വിസയിലും തുടർന്ന് എമിഗ്രേഷൻ വിസയിലും മലയാളി യുവതികൾ ധാരാളമായി എത്താൻ തുടങ്ങി. ആദ്യ മലയാളി പെന്തക്കോസ്ത് സഭ ഏതാണെന്ന് നോക്കാം. ആദ്യ മലയാളി സഭ. ന്യൂയോർക്കിലെ ആദ്യ കുടിയേറ്റക്കാർ സഭാ കൂടിവരവുണ്ടാക്കാൻ പരിശ്രമിച്ചു. പ്രധാനമായും 2 കൂടിവരവുകളാണ് ആദ്യകാല സഭകളായി കണക്കാക്കപ്പെടുന്നത്. 1 ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലി, 2 ബത്ത് ഇസ്രായേൽ ഹോസ്പിറ്റലിലെ നഴ്സുമാർക്ക് വേണ്ടി ആരംഭിച്ച കൂടിവരവ്. 1968 ഫെബ്രുവരി 18 മൻഹാട്ടനിലായിരുന്നു ആദ്യ സഭായോഗം കൂടിയത്. ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലി എന്ന് ആ സഭയ്ക്ക് നാമകരണം ചെയ്തു. അതിൻ്റെ പ്രസിഡൻ്റായിരുന്നത് പാസ്റ്റർ അച്ചോയ് മാത്യുവും സെക്രട്ടറിയായി ഡോക്ടർ തോമസ് പുഷ്പമംഗലവും, MS ശാമുവൽ, പാസ്റ്റർ ജോൺ C ദാനിയേൽ, പാസ്റ്റർ AC ജോൺ, പാസ്റ്റർ എബ്രഹാം ശാമുവൽ, പാസ്റ്റർ PG മാത്യു എന്നിവരായിരുന്നു ആ സഭയുടെ ആദ്യകാല പ്രവർത്തകർ. അതേസമയം തന്നെ ന്യൂജേഴ്സിയിൽ ബത്ത് ഇസ്രായേൽ ഹോസ്പിറ്റലിലെ നഴ്സുമാർക്ക് വേണ്ടി പാസ്റ്റർ CM വർഗീസ് 1967 ഒക്ടോബറിൽ പ്രാർത്ഥനായോഗം ആരംഭിച്ചു. 1968 തുടക്കം കുറിച്ച ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലി ന്യൂയോർക്കിൽ ക്യൂൻസ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നു. 1970 മെയ് 22 പാസ്റ്റർ ജോയി P ഉമ്മൻ്റെ നേതൃത്വത്തിൽ ന്യൂയോർക്ക് ഗോസ്പൽ അസംബ്ലി ആരംഭിച്ചു. ന്യൂയോർക്കിൽ റിച്ച്മണ്ട് ഹില്ലിലാണ് സഭ. 1975 പാസ്റ്റർ KV ജോൺസൺ എബനേസർ ഫുൾ ഗോസ്പൽ അസംബ്ലി എന്ന പേരിൽ സഭാപ്രവർത്തനം യോങ്കേഴ്സിൽ ആരംഭിച്ചു. 1970 ജൂലൈയിൽ പാസ്റ്റർമാരായ AC ജോൺ, തോമസ് മത്തായി എന്നിവർ ഏലിയം ഫുൾ ഗോസ്പൽ ക്രിസ്ത്യൻ ചർച്ചിന് തുടക്കമിട്ടു. ഇപ്പോൾ ഏലിയം ഫുൾ ഗോസ്പൽ അസംബ്ലി എന്ന പേരിൽ അറിയപ്പെടുന്നു.
1973 ഓഗസ്റ്റിൽ പാസ്റ്റർ മത്തായി പി മത്തായിയുടെ ചുമതലയിൽ മാൻഹാട്ടനിൽ ചർച്ച് ഓഫ് ഗോഡ് സഭാപ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ ബ്രൂക്ലിൻ ഭാഗത്ത് സഭാപ്രവർത്തനം തുടരുന്നു. 1973 പാസ്റ്റർ കെ പി ടൈറ്റസ് ന്യൂയോർക്ക് ബൈബിൾ ചർച്ച് ആരംഭിച്ചു. 1983 പാസ്റ്റർ വി എസ് ജോർജ് ആ സഭയോട് ചേർന്നു. 1968 ഏപ്രിൽ 11 മുതൽ 14 വരെ ന്യൂയോർക്കിൽ ആദ്യത്തെ കൺവെൻഷൻ നടത്തി. പാസ്റ്റർ കെ ഇ എബ്രഹാം, പാസ്റ്റർ ജോർജ് വർഗീസ് എന്നിവരായിരുന്നു പ്രസംഗകർ. 1974 ജനുവരി 14 പാസ്റ്റർ എ സി ജോർജ് മാൻഹാട്ടനിൽ പുതിയൊരു സഭാ കൂടിവരവ് ആരംഭിച്ചു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ IPC എന്ന് രജിസ്റ്റർ ചെയ്തു. 1972 ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് പാസ്റ്റർ ജോൺ ഷൗമേൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. പാസ്റ്റർ എബ്രഹാം ഷൗമേലായിരുന്നു ആദ്യ ശുശ്രൂഷകൻ. 1975 ന്യൂയോർക്ക് പെന്തിക്കോസ്റ്റൽ അസംബ്ലി എന്ന പേരിൽ ഒരു സഭ ആരംഭിച്ചു. പാസ്റ്റർ എബ്രഹാം ഷൗമേൽ, പാസ്റ്റർ ഇ ടി എബ്രഹാം തുടങ്ങിയവരായിരുന്നു ആദ്യകാല ശുശ്രൂഷകർ. 1976 ബ്രോൺസ് ഫുൾ ഗോസ്പൽ അസംബ്ലി പാസ്റ്റർ ജോർജ് ജോസഫിന്റെ ചുമതലയിൽ ആരംഭിച്ചു. ആ വർഷം തന്നെ പാസ്റ്റർ ജി വർഗീസ് സഭാ ശുശ്രൂഷ ഏറ്റെടുത്തു. 1982 പാസ്റ്റർ ജോൺ സി ദാനിയൽ ന്യൂയോർക്ക് പെന്തിക്കോസ്റ്റ് ചർച്ച് ആരംഭിച്ചു. മാൻഹാട്ടനിൽ US സ്കൂളിലായിരുന്നു ആദ്യം കൂടി വന്നിരുന്നത്. 1981 സെപ്റ്റംബറിൽ പാസ്റ്റർ പി തോമസ് ക്യൂൻസ് ചർച്ച് ഓഫ് ഗോഡ് ആരംഭിച്ചു. 1980 ഇന്ത്യൻ അസംബ്ലി ഓഫ് ഗോഡ് പാസ്റ്റർ MS മത്തായി യോങ്കേഴ്സിൽ ആരംഭിച്ചു. 1990 ന്യൂയോർക്ക് പെന്തിക്കോസ്റ്റൽ അസംബ്ലിയുടെ ശാഖയായി സ്റ്റാറ്റൻ ഐലൻഡിൽ പാസ്റ്റർ തോമസ് എബ്രഹാം സഭാ കൂടിവരമ്പ് തുടങ്ങി. 1988 പാസ്റ്റർ KV കുര്യൻ ഇന്ത്യ പെന്തിക്കോസ്റ്റൽ അസംബ്ലി ആരംഭിച്ചു. ന്യൂയോർക്കിലെ പ്രധാന സഭകളിലൊന്നായി ഈ സഭ വളർന്നു. ഫെയ്ത്ത് ടാബർനാക്കിൾ ചർച്ച് ഓഫ് ഗോഡ്, ശാലേം പെന്തിക്കോസ്റ്റൽ ടാബർനാക്കിൾ, ലിറ്റിൽ ഫ്ലോക്ക് പെന്തിക്കോസ്റ്റൽ ചർച്ച്, ചർച്ച് ഓഫ് ഗോഡ്, വെച്ചസ്റ്റർ പെന്തക്കോസ്റ്റൽ ചർച്ച്, ബ്രോൺസ് പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ്, ട്രൈസ് അസംബ്ലീസ് ഓഫ് ഗോഡ്, ബെൽറോസ് ചർച്ച് ഓഫ് ഗോഡ്, ഹെബ്രോൻ ഗോസ്പൽ അസംബ്ലി, ബെതേൽ അസംബ്ലി ഓഫ് ഗോഡ്, കോണി ഐലൻഡ് ചർച്ച് ഓഫ് ഗോഡ്, ഇന്ത്യൻ ഫുൾ ഗോസ്പൽ പെന്തക്കോസ്റ്റൽ ചർച്ച്, സാറ്റൻ ഐലൻഡ്, IPC യോങ്കേഴ്സ്, ബെതേൽ പെന്തക്കോസ്റ്റൽ ചർച്ച്, ബെതേൽ ക്രിസ്ത്യൻ അസംബ്ലി, ഇൻഡിപെൻഡന്റ് പെന്തക്കോസ്റ്റൽ ചർച്ച്, ഫുൾ ഗോസ്പൽ ഫെയ്ത്ത് ടാബർനാക്കിൾ, സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡ്, സയോൺ പെന്തക്കോസ്റ്റൽ ചർച്ച്, ബ്രോൺസ് ചർച്ച് ഓഫ് ഗോഡ്, ബെതേൽ ഇന്റർനാഷണൽ ചർച്ച് എന്നീ സഭകളും ന്യൂയോർക്കിൽ ആരംഭിച്ച പ്രവർത്തനങ്ങളാണ്. ന്യൂജേഴ്സി സ്റ്റേറ്റിലെ ആദ്യ മലയാളി പെന്തിക്കോസ്ത് സഭ ആരംഭിക്കുന്നത് 1971 പാസ്റ്റർ CM വർഗീസ് ആയിരുന്നു. ഇന്റർനാഷണൽ ക്രിസ്ത്യൻ അസംബ്ലി എന്നായിരുന്നു അതിൻ്റെ പേര്. 1984 പാസ്റ്റർ ഫിലിപ്പ് പെന്തിക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് രൂപീകരിച്ചു. ടീനക് ചർച്ച് ഓഫ് ഗോഡ് പാസ്റ്റർ PC ഷൗമേലിന്റെ ചുമതലയിൽ ആരംഭിച്ചു. പാസ്റ്റർ TC മാത്യു ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലിയിൽ ആരംഭിച്ചു. ന്യൂജേഴ്സി ഫുൾ ഗോസ്പൽ ചർച്ച് പാസ്റ്റർ KK ചെറിയാൻ കോതകേരി നേതൃത്വം നൽകി. പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ന്യൂജേഴ്സിയുടെ ശുശ്രൂഷകനാണ് പാസ്റ്റർ എബ്രഹാം വർഗീസ്. ഇമ്മാനുവേൽ ഫുൾ ഗോസ്പൽ അസംബ്ലി പാസ്റ്റർ PO എബ്രഹാമും അസംബ്ലീസ് ഓഫ് ഗോഡ് പെന്തിക്കോസ്റ്റൽ ഫെലോഷിപ്പ് പാസ്റ്റർ MS കൊച്ചുകോശിയും നേതൃത്വം നൽകുന്നു. പെൻസിൽവാനിയ സംസ്ഥാനത്ത് ഫിലാദൽഫിയയിൽ 1974 ബ്രദർ വർഗീസ് മത്തായി സഭാപ്രവർത്തനം ആരംഭിച്ചു. എബനേസർ ചർച്ച് ഓഫ് ഗോഡ് എന്ന പേര് നൽകിയിട്ടുള്ള സഭയുടെ ശുശ്രൂഷകൻ 1976 മുതൽ പാസ്റ്റർ ബേബി ദാനിയലായിരുന്നു. ഫിലാദൽഫിയ ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലി 1980 ആരംഭിച്ചു. പാസ്റ്റർ ചെറിയാൻ P ചെറിയാൻ ആയിരുന്നു ആദ്യ ശുശ്രൂഷകൻ. 1980 തുടങ്ങിയ ഫുൾ ഗോസ്പൽ അസംബ്ലി പാസ്റ്റർ MC എബ്രഹാം ആയിരുന്നു ആദ്യ ശുശ്രൂഷകൻ. ടാബർനാക്കിൾ ചർച്ച് ഓഫ് ഗോഡ്, ഇന്ത്യ പെന്തക്കോസ്റ്റൽ ചർച്ച്, IPC തുടങ്ങിയ സഭകളും ആ സംസ്ഥാനത്ത് നിലവിലുണ്ട്. മസാച്യുസെറ്റ്സിലെ ബോസ്റ്റൺ പട്ടണത്തിൽ 1984 മുതൽ മലയാളികളുടെ ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. ഇന്റർനാഷണൽ പെന്തക്കോസ്റ്റ് സഭ പാസ്റ്റർ ജോസഫ് സൈമൺ ആയിരുന്നു അവിടുത്തെ ശുശ്രൂഷകൻ. ഇന്ത്യ പെന്തക്കോസ്റ്റൽ ചർച്ച്
പാസ്റ്റർ ജോർജ് വർഗീസ് ആയിരുന്നു അവിടെ ശുശ്രൂഷിച്ചിരുന്നത്. കണക്റ്റിക്കട്ടിൽ പാസ്റ്റർ കുര്യൻ ഷോമേൽ ബ്രിഡ്ജ് പോർട്ട് ചർച്ച് ഓഫ് ഗോഡിലും പാസ്റ്റർ ജോർജ് തോമസ് ഡാൻബറിലും സയോൺ പെന്തക്കോസ് ചർച്ചിലുമായിരുന്നു ശുശ്രൂഷിച്ചിരുന്നത്. ചിക്കാഗോ സംസ്ഥാനത്തെ നോർത്ത് സെൻട്രൽ റീജിയൻ, ഇല്ലിനോയി, മിച്ചിഗൺ എന്നീ സ്ഥലങ്ങളിലാണ് പ്രവർത്തനങ്ങളുള്ളത്. ചിക്കാഗോയിലെ പാസ്റ്റർ ജോസഫ് കെ ജോസഫ് ശുശ്രൂഷിക്കുന്ന ഇന്റർനാഷണൽ പെന്തക്കോസ്റ്റൽ അസംബ്ലിയാണ് ആദ്യം ആരംഭിച്ച സഭ. 1972 അതിന്റെ തുടക്കം. പാസ്റ്റർ കെ എ തോമസ് 1973 ഇന്റർനാഷണൽ ക്രിസ്ത്യൻ അസംബ്ലി ഓഫ് ഗോഡ് രൂപീകരിച്ചു. 1977 ജൂലൈ മുതൽ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ ശുശ്രൂഷിക്കുന്നു. ഇന്റർനാഷണൽ ചർച്ച് ഓഫ് ഗോഡ് 1970 തുടങ്ങി. പാസ്റ്റർ പി സി മാമനായിരുന്നു ആദ്യ ശുശ്രൂഷകൻ. പാസ്റ്റർ എം എം മാത്യു ശുശ്രൂഷകനായുള്ള ഇന്റർനാഷണൽ ചർച്ച് ഓഫ് ഗോഡും ആദ്യകാല പ്രവർത്തനങ്ങളാണ്. ടി വി സക്കറിയയുടെ മലയാളി ക്രിസ്ത്യൻ ചർച്ച്, ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ചർച്ച് ഓഫ് ഗോഡ് പാസ്റ്റർ ജോൺ ഷോമേൽ നേതൃത്വം നൽകുന്നു. ചർച്ച് ഓഫ് ഗോഡ് പാസ്റ്റർ പി സി ജോർജ് എന്നിവരും ചിക്കാഗോയിലെ പ്രവർത്തനങ്ങളിൽ അക്കാലത്ത് സജീവമായിരുന്നു. മിച്ചിഗൺ സംസ്ഥാനത്ത് 1974 മുതൽ ബ്രദർ സ്റ്റീഫൻ വർഗീസിന്റെ നേതൃത്വത്തിൽ എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളും ചേർന്ന് ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലി എന്ന പേരിൽ 1975 പാസ്റ്റർ ജോർജ് ഫിലിപ്പ് പെന്തക്കോസ്ത് പ്രവർത്തനം ആരംഭിച്ചു. ന്യൂ ലൈഫ് ക്രിസ്ത്യൻ അസംബ്ലി, ഡിട്രോയിറ്റ് ക്രിസ്ത്യൻ അസംബ്ലി, പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് എന്നീ സഭകളും മിച്ചിഗണിലുണ്ടായിരുന്നു. പോണ്ടിയാക്കിൽ പാസ്റ്റർ എബ്രഹാം 1976 ഒരു സഭ ആരംഭിച്ചു. കൊളറാഡോ സംസ്ഥാനത്ത് 1971 മുതൽ പാസ്റ്റർ കെ ടി തോമസ് ഒരു കൂട്ടായ്മ നടത്തി വന്നിരുന്നു. 1987 അവിടെ ഇന്റർനാഷണൽ പെന്തിക്കോസ് സഭ ആരംഭിച്ചു. വാഷിംഗ്ടൺ സംസ്ഥാനത്ത് സിയാറ്റിലിൽ അടുത്ത സമയത്ത് ചില കൂടിവരവുകൾ ആരംഭിച്ചു. വാഷിംഗ്ടൺ സംസ്ഥാനത്ത് സിയാറ്റിലിൽ 1993 ആരംഭത്തോടുകൂടി ചില കുടുംബങ്ങൾ ചേർന്ന് മലയാളത്തിലുള്ള പെന്തക്കോസ്ത് ആരാധന ആരംഭിച്ചു. പാസ്റ്റർ തോമസ് ചാക്കോ, പാസ്റ്റർ സാമുവൽ ചാക്കോ തുടങ്ങിയവർ ആ വേലകൾക്ക് തുടക്കമിട്ടു. കാലിഫോർണിയ സംസ്ഥാനത്ത് 2 സഭകളുണ്ട്. ലോസ് ആഞ്ചലസും സാന്റോസിലുള്ള ഇന്ത്യൻ ക്രിസ്ത്യൻ അസംബ്ലിയും. സൗത്ത് സെൻട്രൽ റീജിയനിൽ പെന്തക്കോസ്ത് വിശ്വാസികൾ ധാരാളമുള്ള ഒരു സംസ്ഥാനമാണ് ഒക്ലഹോമ. ഇന്ത്യൻ ക്രിസ്ത്യൻ അസംബ്ലി 1972 ജൂണിൽ സഭയായി. പാസ്റ്റർ കെ വി ചാക്കോ, പാസ്റ്റർ ഇ വി ഇട്ടി എന്നിവർ ആദ്യ സമയങ്ങളിൽ ശുശ്രൂഷകരായിരുന്നു. ഈ സഭയെ 1986 IPC ഒക്ലഹോമ എന്ന് നാമകരണം ചെയ്തു. 1988 അത് 2 ചർച്ചുകളായി. ഫസ്റ്റ് IPC എന്നും IPC ഓഫ് ബെഥനി എന്നും 2 വിഭജിക്കപ്പെട്ടു. പാസ്റ്റർ ജോയി എബ്രഹാം 1975 ഇന്റർനാഷണൽ പെന്തക്കോസ്റ്റൽ അസംബ്ലി ആരംഭിച്ചു. ഒക്ലഹോമ സിറ്റിയിൽ 1970 മുതൽ പ്രവർത്തിക്കുന്ന സുവിശേഷകനാണ് പാസ്റ്റർ കെ എം ചാക്കോ. 1978 അദ്ദേഹം പ്രത്യേക കൂടിവരവ് ആരംഭിച്ചു. 1980 അത് സയോൺ പെന്തക്കോസ്റ്റ് ചർച്ച് എന്ന് രജിസ്റ്റർ ചെയ്തു. ഇന്ത്യ ഫുൾ ഗോസ്പൽ ചർച്ച് പാസ്റ്റർ ഇ വി ഇട്ടി, ഇന്റർനാഷണൽ ഫുൾ ഗോസ്പൽ ചർച്ച് പാസ്റ്റർ ജോൺ പി ഷൗമൽ, ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പ് പാസ്റ്റർ ബാബു തോമസ്, ഗ്രേസ് പെന്തിക്കോസ്റ്റൽ ചർച്ച് പാസ്റ്റർ ജോയ്സ് റിച്ചാർഡ് എന്നിവയാണ് ഒക്ലഹോമ സിറ്റിയിലെ മറ്റ് പ്രധാന സഭകൾ. പാസ്റ്റർ ഉമ്മൻ എബ്രഹാം അമേരിക്കയിലെ മലയാള പെന്തിക്കോസ്തരുടെ ഇടയിലെ ആദ്യകാല ശുശ്രൂഷകനും കൺവെൻഷൻ പ്രസംഗകനും സംഘാടകനുമായിരുന്ന പാസ്റ്റർ ഉമ്മൻ എബ്രഹാം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ സ്ഥാപകനായ പാസ്റ്റർ കെ ഇ എബ്രഹാമിന്റെ പുത്രനാണ്. അമേരിക്കൻ മലയാളി പെന്തക്കോസ്ത് കോൺഫറൻസ് സ്ഥാപകൻ കൂടിയാണ് ഇദ്ദേഹം. ടെക്സാസ് സംസ്ഥാനത്ത് മലയാളികൾ അധികമുള്ള ഒരു പട്ടണമാണ് ഡാളസ്. അവിടെ പെന്തക്കോസ്ത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആന്ധ്രയിൽ COTR സ്ഥാപനങ്ങൾ ആരംഭിച്ച പാസ്റ്റർ PJ ടൈറ്റസ് ആണ്. 1973 ന്യൂ ടെസ്റ്റ്മെന്റ് അസംബ്ലി എന്ന പേരിലായിരുന്നു ആ സഭ ആരംഭിച്ചത്. പാസ്റ്റർ KC ചാക്കോ 1974 പാസ്റ്റർ PJ ടൈറ്റസിനോടുകൂടി ചേർന്നു. ഇന്റർനാഷണൽ ഫുൾ ഗോസ്പൽ അസംബ്ലി 1975 സെപ്റ്റംബറിൽ പാസ്റ്റർ KC ചാക്കോ ആരംഭിച്ചു. ഡാളസിൽ ആരംഭിച്ച മറ്റൊരു പ്രവർത്തനം പാസ്റ്റർ ബെഥേൽ P ജേക്കബിന്റേതാണ്. 1975 തന്നെ അവരും ആരാധന ആരംഭിച്ചെന്ന് പാസ്റ്റർ വെളിപ്പെടുത്തുന്നു. 1977 മുതൽ ആ സഭ മാറാനാഥ ഫുൾ ഗോസ്പൽ ചർച്ച് എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. സഭയ്ക്ക് ഇന്ന് വിവിധ പട്ടണങ്ങളിൽ ബ്രാഞ്ചുകളുണ്ട്.
IPC ഡാളസ് സഭ പാസ്റ്റർ ബേബി വർഗീസിന്റെ നേതൃത്വത്തിൽ 1979 ആരംഭിച്ചതാണ്. പാസ്റ്റർ ബേബി വർഗീസ് തന്നെ 1980 എവനേസർ ഫുൾ ഗോസ്പൽ അസംബ്ലി തുടങ്ങി. ഇന്ത്യ പെന്തക്കോസ്റ്റൽ അസംബ്ലി, സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡ്, ഈസ്റ്റ് ഡാളസ് ചർച്ച് ഓഫ് ഗോഡ്, ഹെബ്രോൻ പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പ്, മെട്രോ ചർച്ച് ഓഫ് ഗോഡ്, ഫസ്റ്റ് IPC, ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, IPC ശാലേം, ന്യൂ ഗാർലൻഡ് ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൻ ഫുൾ ഗോസ്പൽ അസംബ്ലി, നോർത്ത് ഡാളസ് ചർച്ച് ഓഫ് ഗോഡ്, ഫുൾ ഗോസ്പൽ അസംബ്ലി, അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നീ സഭകളും ഡാളസിലെ പ്രവർത്തനങ്ങളിൽ അക്കാലത്ത് ശക്തമായിരുന്നു. ഹൂസ്റ്റൺ സംസ്ഥാനത്തെ പ്രവർത്തനങ്ങളുടെ ആരംഭം 1974 ഏപ്രിലിലായിരുന്നു. ബ്രദർ AK അലക്സാണ്ടറാണ് ആദ്യ കൂടിവരവുകൾ തുടങ്ങിയത്. 1975 മെയ്യിൽ പാസ്റ്റർ VA തോമസ് അവിടെ എത്തി. തുടർന്ന് അദ്ദേഹം ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം നൽകിപ്പോന്നു. പസദേനയിൽ പാസ്റ്റർ TC ചാക്കോയുടെ നേതൃത്വത്തിൽ ആരാധന ആരംഭിച്ചു. IPC ഹെബ്രോൻ എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഈ സഭ ശക്തമായി വളർന്നു. പസദേനയിൽ തന്നെ 1978 പാസ്റ്റർ കുര്യൻ V കുര്യന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ക്രിസ്ത്യൻ അസംബ്ലി ആരംഭിച്ചു. പാസ്റ്റർ TG ഈശോ ചർച്ച് ഓഫ് ഗോഡിന്റെ ആരംഭ പ്രവർത്തകരിൽ ഒരാളാണ്. 1962 ന്യൂയോർക്കിൽ എത്തിയ ഈ സുവിശേഷകൻ 1981 ഹൂസ്റ്റണിൽ പ്രവർത്തനം തുടങ്ങി. ഹൂസ്റ്റണിലെ ഫുൾ ഗോസ്പൽ ചർച്ച് ഓഫ് ഗോഡിൽ പാസ്റ്റർ TC ചാക്കോ മുഖ്യ ശുശ്രൂഷകനായിരുന്നു. പാസ്റ്റർ ജോർജ് ഉമ്മനും ശുശ്രൂഷിക്കുന്ന ടാബോർ പെന്തക്കോസ്റ്റൽ അസംബ്ലിയും ആദ്യകാല പ്രവർത്തനമാണ്. മാറാനാഥ ഫുൾ ഗോസ്പൽ ചർച്ച്, ബെഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ്, ഗ്രേസ് ചർച്ച് ഓഫ് ഗോഡ് എന്നിവയും ഇവിടുത്തെ പ്രധാന പ്രവർത്തനങ്ങളാണ്. ക്രിസ്ത്യൻ അസംബ്ലീസ് ഓഫ് ഹൂസ്റ്റൺ 1986 പാസ്റ്റർ VM എബ്രഹാം ആരംഭിച്ചു. USA സൗത്ത് ഈസ്റ്റേൺ റീജിയന്റെ കീഴിലുള്ള 11 സംസ്ഥാനങ്ങളിൽ 5 പ്രവർത്തനങ്ങളുണ്ട്. വാഷിംഗ്ടൺ DC മോറിലാൻഡിയിൽ ഇന്റർനാഷണൽ പെന്തക്കോസ്റ്റൽ മിഷന്റെ പ്രവർത്തനം നടക്കുന്നു. ടെന്നസി സംസ്ഥാനത്തുള്ള മലയാളി സഭകളുടെ പ്രവർത്തനം 1974 പാസ്റ്റർ KJ മാത്യു ആണ് ആരംഭപ്പെട്ടത്. ഇന്ത്യ പ്രയർ ഫെലോഷിപ്പ് എന്നായിരുന്നു ആ സംഘടനയുടെ പേര്. 1985 ടൈലർ ചർച്ച് ഓഫ് ഗോഡായി. ചാറ്റനൂഗ ക്രിസ്ത്യൻ അസംബ്ലി 1986 പാസ്റ്റർ VM ബാബു ആരംഭിച്ചു. നോർത്ത് കരോലിന സംസ്ഥാനത്ത് ട്രയാങ്കിൾ ചർച്ച് ഓഫ് ഗോഡ് 1991 ജൂലൈയിലാണ് ആരംഭിച്ചത്. പാസ്റ്റർ നെൽസൺ P ജോൺ ആണ് സഭയുടെ സ്ഥാപകൻ. ഭൗതിക ശാസ്ത്രജ്ഞൻ കൂടിയായ ഡോക്ടർ ജോൺ വെസ്ലി നേതൃത്വം നൽകുന്ന സഭ അലബാമ സംസ്ഥാനത്തുണ്ട്. ജോർജിയ സംസ്ഥാനത്തുള്ള അറ്റ്ലാന്റയിൽ 1985 മുതൽ ഫെലോഷിപ്പുകൾ നടന്നുവരുന്നു. അറ്റ്ലാന്റ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തു. 1991 സെപ്റ്റംബർ മുതൽ ഫ്ലോറിഡ സംസ്ഥാനത്ത് മിയാമി, ഹോളിവുഡ് ഭാഗങ്ങളിലായിരുന്നു ആദ്യം സഭകൾ ആരംഭിച്ചത്. ഹോളിവുഡിൽ പാസ്റ്റർ ജോൺ തോമസ് ആയിരുന്നു ആദ്യകാലത്തെ ശുശ്രൂഷകൻ. ഫുൾ ഗോസ്പൽ ഫ്രീ ചർച്ച് എന്നായിരുന്നു ആ ചർച്ചിൻ്റെ പേര്. ഈ സഭ 1982 ശേഷം ഹോളിവുഡ് പെന്തിക്കോസ്റ്റൽ അസംബ്ലിയായി. പാസ്റ്റർ ജോൺ തോമസ് ഏറെക്കാലം ഈ സഭയിലെ ശുശ്രൂഷകനായിരുന്നു. പാസ്റ്റർ ബാബു M ജോർജ് ആരംഭിച്ച ഹോളിവുഡ് ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ 1987 രൂപീകരിച്ചത്. ഫോർട്ട് ലോർഡയിലുള്ള ഇന്ത്യ പെന്തിക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഫ്ലോറിഡ. സെൻട്രൽ ഫ്ലോറിഡയിൽ 3 കൂടിവരവുകളുണ്ട്. ലേക്ക് ലാൻഡിലെ സഭാപ്രവർത്തനം 1983 പാസ്റ്റർ PS ഫിലിപ്പോസ് ആണ് ആരംഭിച്ചത്. ഈ പാസ്റ്റർ 1985 നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. പാസ്റ്റർ CV ആൻഡ്രൂസ് ശുശ്രൂഷിക്കുന്ന ചർച്ച് ഓഫ് ഗോഡും പാസ്റ്റർ ജേക്കബ് കോശി ശുശ്രൂഷിക്കുന്ന IPCയും ലേക്ക് ലാൻഡിലെ പ്രധാന സഭകളാണ്. കാനഡ ടൊറാൻഡോ പട്ടണത്തിൽ 1976 സിയോൻ ഫുൾ ഗോസ്പൽ അസംബ്ലി എന്ന മലയാളി സഭ ആരംഭിച്ചു. പാസ്റ്റർ ജോർജ് തോമസ് ആയിരുന്നു ആദ്യകാല ശുശ്രൂഷകൻ. 1979 മുതൽ പാസ്റ്റർ ഈശോ ഫിലിപ്പ് മുഖ്യ ശുശ്രൂഷകനാണ്. പാസ്റ്റർ KC ചാക്കോ 1993 മുതൽ ഇവിടെ തുടങ്ങിയ സഭയുടെ പാസ്റ്ററായി പ്രവർത്തിക്കുന്നു. പാസ്റ്റർ ജോസഫ് പടിഞ്ഞാറേക്കരയുടെ മുക്തി മിഷൻ ചർച്ച് ഓഫ് ഗോഡ് 1980 പ്രവർത്തനം ആരംഭിച്ചു. പാസ്റ്റർ കുഞ്ഞുമോൻ ദാനിയൽ ശുശ്രൂഷിക്കുന്ന ഫുൾ ഗോസ്പൽ അസംബ്ലി, പാസ്റ്റർ മാത്യു ജോർജ് ശുശ്രൂഷനായുള്ള ബിലീവേഴ്സ് ചർച്ചും കാനഡയിലെ ആദ്യകാല മലയാള സഭകളാണ്. 1960 കാനഡയിലെ ഒരു ഉണർവ് അയക്കേണ്ടതിനായി 2 മലയാളികൾ കടൽ തീരത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥന കേട്ടു. വേൾഡ് റിവൈവൽ പ്രയർ ഫെലോഷിപ്പ് എന്ന സഭയിൽ വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചു തുടങ്ങി. ഇപ്പോൾ ഇന്ത്യ
ബംഗ്ലാദേശ്, ജമൈക്ക, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ വേരുകളിലുള്ള ഈ സഭയുടെ പ്രധാന സംഘാടകനായിരുന്നത് കുമ്പനാട് സ്വദേശിയായ പാസ്റ്റർ ആരങ്കാട്ട് മത്തായി മാത്യു എന്നയാളായിരുന്നു. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു.